പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിൽ നടന്ന 9ാമത് ബിരുദദാന സമ്മേളനവും പ്രൗഢഗംഭീരമായി. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻ കലൈശെൽവി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പതിവ് പോലെ പ്രൗഢഗംഭീരമായിരുന്നു കേരള കേന്ദ്ര സർവകലാശാലയുടെ 9ാമത് ബിരുദദാന സമ്മേളനവും. പെരിയയിലെ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന പരിപാടിയിൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡയറക്ടർ ജനറലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറിയുമായ ഡോക്ടർ എൻ കലൈശെൽവി മുഖ്യാതിഥിയായി പങ്കെടുത്ത് ബിരുദദാന പ്രഭാഷണം നടത്തി. സാങ്കേതിക മേഖലയിൽ സ്വയം പര്യാപ്തത സർവകലാശാലകളുടെ ലക്ഷ്യമാകണമെന്നും സ്വാതന്ത്ര്യത്തിന് 100ാം വർഷമായ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെന്നും ഇതിന്റെ ആദ്യപടിയാണ് സ്വയം പര്യാപ്തതയെന്നും പറഞ്ഞ കലൈശെൽവി രാജ്യത്തിന്റെ ഭൂരിഭാഗം ആവശ്യങ്ങളും തനത് സാങ്കേതിക വിദ്യകളാൽ നിർവഹിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ജോലി അന്വേഷിക്കുന്നവരിൽ നിന്നും ജോലി നൽകുന്നവരായി വിദ്യാർത്ഥികൾ മാറണം. ഇതിന് സർവകലാശാലയുടെ പിന്തുണയും നിർദ്ദേശങ്ങളും ഉണ്ടാകണം. സമൂഹത്തിന് എന്തു തിരിച്ചു നൽകുന്നു എന്നതിന് വിദ്യാർത്ഥികൾ പ്രാധാന്യം നൽകണം. സ്ത്രീ ശാക്തീകരണത്തിന് അനുയോജ്യമായ സാഹചര്യം രാജ്യത്തുണ്ട്. അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. 100% സാക്ഷരതയിലും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതിലും കേരളത്തെ അഭിനന്ദിച്ച ഡോക്ടർ കലൈശെൽവി സപ്തഭാഷാ സംഗമ ഭൂമി എന്ന നിലയിൽ കാസർഗോഡിന്റെ പ്രത്യേകതകളും എടുത്തു പറഞ്ഞു. So closer to your growth, you have introduced Seed Fund, and the Seed Fund is really will help in a major way for any newly joined as well as the mid-career faculty members. And the second one, what I was reading and what impressed is earn while you learn. I think that is another very important thing that has been introduced to the students. So nowadays the system is really going towards a magical change. Once upon a time we thought that we have to depend upon the parents, and parents will be the only funding source for the students, and we have to depend upon the parents, brothers and well-wishers from the relative side for our education. But now the situation has changed. If at all we are able to prove ourselves, government is really coming forward to help us in as many ways as possible. I do not know how many of you are aware, but from Kerala I think all of you must be aware. Inspire was one scheme which was initially introduced to really appreciate and celebrate the topmost winners from the postgraduate level. 2000-ഓളം പേർ സാക്ഷ്യം വഹിച്ച പരിപാടിയിൽ 2025 പഠനം പൂർത്തീകരിച്ച 923 വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നടത്തിയത്. 36 പേർ ബിരുദവും 771 പേർ ബിരുദാനന്തര ബിരുദവും 36 പേർ PhD ബിരുദവും 80 പേർ PG ഡിപ്ലോമ ബിരുദവും ഏറ്റുവാങ്ങി. ഇതിൽ 250 പേർ നേരിട്ട് പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. കൂടാതെ വിവിധ പഠന വകുപ്പുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസിൽ ബി ഐശ്വര്യയും, മാനേജ്മെന്റ് സ്റ്റഡീസിൽ PV നമിത ലക്ഷ്മിയും, ലിംഗ്വിസ്റ്റിക്കിൽ RS അശ്വതിയും, മീവൽ ജീനറ്റും, മാത്തമാറ്റിക്സിൽ മഞ്ജുശ്രീ ശിവാനിയും, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി സ്റ്റഡീസിൽ S അഖിലയുമാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. പരമ്പരാഗത വേഷം ധരിച്ചാണ് വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും പരിപാടിയിൽ പങ്കെടുത്തത്. വിവിധ നിറങ്ങളിലുള്ള ഷോളുകൾ പ്രത്യേകം ആകർഷകമായി. ഒഫീഷ്യേറ്റിംഗ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗൂർ, ഒഫീഷ്യേറ്റിംഗ് വൈസ് ചാൻസലർ പ്രൊഫസർ വിൻസെന്റ് മാത്യു, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ R ജയപ്രകാശ്, ഡീൻ അക്കാദമിക് പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി, സർവകലാശാലയുടെ കോർട്ട് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങൾ, അക്കാദമിക് കൌൺസിൽ അംഗങ്ങൾ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, ഡീനുമാർ, വകുപ്പ് മേധാവികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.